ഹായ് ഗൈസ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സ്ഥലത്താണുള്ളത്. യുണൈറ്റഡ് കോക്കനട്ട്, നമ്മുടെ ഷെഫ് പിള്ളയുടെ ഔട്ട്ലെറ്റ് ആണ്. അപ്പോൾ ഷെഫ് പിള്ളയുടെ സിഗ്നേച്ചർ ഐറ്റംസ് കഴിക്കാൻ ഇനി ആരും എറണാകുളത്ത് പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ കണ്ണൂരുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഞാൻ ഇതിനു മുന്നേ കഴിച്ചതാണ്, ബട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും എൻ്റെ കയ്യിലില്ല. വേനാട് പാൽക്കൊഞ്ച്, പഴംപൊരി ചായ, ഹൽവ ഫലൂദ, കടുമാങ്ങ അച്ചാർ വിത്ത് സംഭാരം പാനിപ്പൂരി, ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തോക്കെ. എല്ലാം അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ട്രൈ ചെയ്തോക്കെ. എൻ്റെ അടുത്ത് ആ വീഡിയോ ഇല്ലടോ, ഇല്ല ഞാൻ കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇന്ന് കഴിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ ജെന്യുവനായിട്ട് അഭിപ്രായം പറയും. ഷെഫ് പിള്ളയുടെ ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് ചെറിയൊരു സ്ട്രെസ് ഉണ്ട്, ഞാൻ തുറന്നടിച്ച് പറയുമല്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും കറക്റ്റ് ജെന്യുവനായിട്ടുള്ളത് തന്നെ പറയും. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എടുത്ത് പറയണം, ഭയങ്കര പക്ക ആയിട്ടുള്ള കസ്റ്റമർ സർവീസായിരുന്നു. വെൽ ഡൺ. പിന്നെ ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സ് ആണ്. ഗൈസ്, ലെറ്റ് മീ ട്രൈ ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സ്. എൻ്റെ അമ്മ, അതാ ആ സോസിൽ കുത്തി കഴിച്ചു നോക്കിയാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടോ? തീരുമാനമായി. നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലേ, നല്ല ഗ്ലാമർ ഉണ്ട്. നോക്കട്ടെ, നൈസ്. ട്രൈ ചെയ്ത് നോക്കട്ടെ. കുറച്ച് പിടി നമ്മളിങ്ങനെ എടുക്കുക, ട്രൈ ചെയ്ത് നോക്കട്ടെ. കുറച്ച് പിടി നമ്മളിങ്ങനെ എടുക്കുക, ഇതിലാക്കുക. ഒരു പീസ് നിർവ്വാണ ചിക്കൻ വെക്കുക. സൂപ്പർ, മസ്റ്റ് ട്രൈ. പിടിയും കൊള്ളാം, ഇതും സൂപ്പർ. ഗൈസ്, ഞാൻ ജെനുവിനായിട്ട് അഭിപ്രായം പറഞ്ഞുതരാം. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ, നമ്മൾ ചോറിൻ്റെ കൂടെ കൂട്ടുന്ന പച്ചക്കറിയില്ലേ, ലൈക്ക് ഏതാ ഒരു എക്സാമ്പിൾ, വെള്ളരിക്ക കറി, പരിപ്പ് കറി, ആ കറിയുടെ ഗ്രേവിയിൽ കുറച്ച് പ്രോൺസും, പിന്നെന്തായിരുന്നു ഉള്ളത്, ചീസും പാസ്തയുണ്ടോ, പാസ്തയും ഇട്ടിട്ടുള്ള സംഭവം. കുറച്ച് ചോറും കൂടി കിട്ടിയാൽ മസാലയായിട്ട് കഴിക്കാം. എല്ലാം പറഞ്ഞാൽ എന്ത് സദ്യക്ക് എങ്കേമായിരിക്കണം. അമൃത ടേബിള് നോക്ക്, വരുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആക്കി. ഇവരുടെ കസ്റ്റമർ സർവീസും പ്രസൻറ്റേഷനും എടുത്ത് പറയണം, ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ബില്ലൊക്കെ തന്നത് കണ്ടോ, ഇങ്ങനെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട്, സോ പ്രിറ്റി. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫുഡ് ഷെഫ് പിള്ളയുടെ അറിയാലോ, നമ്മൾ മനസ്സിലിപ്പോഴും വിചാരിക്കാത്ത കോമ്പിനേഷൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ചിലതൊക്കെ അടിപൊളി ടേസ്റ്റാണ്, ചിലതിൻ്റെ ടേസ്റ്റ് ബഡിന് ഓക്കെ അല്ലായിരുന്നു. ബട്ട് നിങ്ങൾക്ക് വൺ ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. നമ്മുടെ കണ്ണൂരിൽ തന്നെയുണ്ട്, എറണാകുളമൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.